രമ്യ ഹരിദാസിന് പശ്ചാത്താപമാണ്, വളരെ വലിയ സങ്കടമാണ്. അവർ പറയുന്നു, ഞാൻ മറുനാടനെ പിന്തുണച്ചതാണ് എനിക്ക് വിനയായി തീർന്നത്. അല്ലാതെ LDFിൻ്റെ അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ സജ്ജരായ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും അവിടെ LDFിനാണ് മുൻതൂക്കം എന്നൊന്നും രമ്യ ഹരിദാസ് ഓർക്കുന്നില്ല. അവർ പറയുകയാണ്, എനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന വിമർശനങ്ങളാണ് എൻ്റെ പരാജയത്തിന് കാരണം. ഞാൻ മറുനാടൻ മലയാളിയെ പിന്തുണച്ചു, ഷാജൻ സ്കറിയയെ പിന്തുണച്ചു, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വച്ച് ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇറക്കി. ഇതൊന്നും വ്യക്തിപരമായിരുന്നില്ല, ഇതൊക്കെ ഇടത് സർക്കാരിൻ്റെ മാധ്യമ പീഡനത്തെ തുറന്നു കാട്ടാൻ വേണ്ടിയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ജനം എന്നെ വെറുത്തത്. ഇല്ല രമ്യ ഹരിദാസ്, നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിൽ പോലും യാതൊന്നും ചെയ്തിട്ടില്ല. ഇത് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റത്, അല്ലാതെ മറുനാടനെ പിന്തുണച്ചത് കൊണ്ടല്ല. നിങ്ങൾക്ക് 1,87,096 രൂപ അലവൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട് MP ആയിരുന്നപ്പോൾ. അത് പോരാ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, അത് വാസ്തവം തന്നെ. പക്ഷേ നിങ്ങൾ പറഞ്ഞില്ലേ, വണ്ടിക്ക് ഡീസൽ അടിക്കണം, പിന്നെ നിങ്ങൾക്ക് സ്റ്റാഫ്, സർക്കാർ ചെലവിലുള്ള ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, മറ്റ് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, പിന്നെന്താണ് വീട്ടുവാടക, ഓഫീസ് വാടക കൊടുക്കണം, ഡൽഹിയിലെ വീട് സർക്കാർ ചുമ്മാ തരുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടുത്തെ ചെലവ് നോക്കണം, പിന്നെ സ്വന്തം വീട് വയ്ക്കണം. ഇതിനൊന്നും കാശ് തികയുന്നില്ല എന്ന് പറയുമ്പോൾ, 1 രൂപ പോലും നിങ്ങൾ എണ്ണിയാണ് ചെലവഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ജനം മനസ്സിലാക്കേണ്ടത് എന്താണ്? നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ആകുന്നില്ല. 1,87,000 രൂപ ലഭിച്ചിട്ടും നിങ്ങൾക്കൊന്നും ആകുന്നില്ല, നിങ്ങൾ പട്ടിണിയിലാണ് എന്നല്ലാതെ മറ്റെന്താണ് ജനങ്ങൾ പറയുക? അപ്പോൾ നമ്മുടെ വാക്കുകളാണ് വിനയായി വരുന്നത്. രമ്യ ഹരിദാസ് തെറ്റിപ്പോയി. രമ്യ ഹരിദാസ് ചേലക്കരയിലെ ജനങ്ങളെ മനസ്സിലാക്കിയില്ല. എന്തിന് നിങ്ങൾക്കൊപ്പമുള്ള നിങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം പോലും മനസ്സിലാക്കിയതല്ലേ അനിൽ അക്കരെയൊക്കെ നിങ്ങളെ അവിടെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത്? നിങ്ങൾ ആലത്തൂരിൽ തോറ്റ MP അല്ലേ? ഒരിക്കൽ ജയിച്ചു, ആയിക്കോട്ടെ, 5 വർഷം MP ആയിരുന്നു, അവിടെ യാതൊന്നും ചെയ്തില്ല. വീണ്ടും നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കി, സിറ്റിംഗ് MPയെ സ്ഥാനാർത്ഥിയാക്കി. അവിടെ നിങ്ങളെ തോൽപ്പിച്ച് K രാധാകൃഷ്ണൻ ജയിച്ചു പോവുകയും ചെയ്തു. 2 ജില്ലകളിലായി കിടക്കുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? നിങ്ങൾ നിങ്ങളുടെ വികസന റിപ്പോർട്ട്, പ്രോഗ്രസ് കാർഡ് പുറത്തുവിടൂ. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ഏതൊക്കെ മനുഷ്യരോടാണ് നിങ്ങൾ മിണ്ടിയത് എന്നെങ്കിലും വിളിച്ചു പറയൂ. നിങ്ങൾ പാട്ടുപാടി വോട്ട് പിടിക്കാൻ നടക്കുന്നു, പാട്ടുപാടും, നന്നായി നാടൻ പാട്ടുപാടും, അതിനൊന്നും ഒരു തർക്കവുമില്ല. വ്യക്തിഹത്യ നമ്മുടെ ലക്ഷ്യവുമല്ല. നിങ്ങൾ പാട്ടുപാടുന്നു, വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ KSU ആയിരുന്നപ്പോൾ പാട്ടും കവിതയുമൊക്കെ വിലപ്പോവും. MP ആയിരുന്നപ്പോൾ ഇതൊന്നും വിലപ്പോവില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി വികസന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണം, ജനങ്ങളോട് മിണ്ടണം. അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മിണ്ടാൻ പഠിക്കണം. നിങ്ങൾ മസിൽ പിടിച്ച് ചില CPM നേതാക്കൾ നടക്കുന്നത് പോലെ മസിൽ പിടിച്ച് നടന്നു. നിങ്ങൾ എന്തൊക്കെയോ ആയിപ്പോയെന്ന് നിങ്ങൾ ചിന്തിച്ചു. ഇത് ജനം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ആലത്തൂരിൽ 2ാം തവണ നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാത്തത്. അല്ലെങ്കിൽ കോൺഗ്രസിന് വളക്കൂറുള്ള ആ മണ്ഡലത്തിൽ നിങ്ങൾ വിജയിച്ചേനെ. നിയമസഭയിൽ തോൽക്കുന്നത് മറ്റൊരു കാര്യം. പാർലമെന്റിലേക്ക് നിങ്ങൾ തെരഞ്ഞെടുത്തേനെ. നിങ്ങൾ മാത്രമേ തോറ്റതുള്ളൂ, ബാക്കി എല്ലാവരും വിജയിച്ചു പോയി. ആലോചിച്ച് നോക്കണം. നിങ്ങൾ മാത്രമേ തോറ്റതുള്ളൂ, ബാക്കി എല്ലാവരും വിജയിച്ചു. അപ്പോൾ കോൺഗ്രസിന്, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ തോറ്റുപോയി. അതിനുത്തരം ഇതല്ല, മറുനാടൻ മലയാളിയെ പിന്തുണച്ചു, അതുകൊണ്ട് ഞാൻ തോറ്റു, എന്നെ തോൽപ്പിച്ചു, അല്ലെങ്കിൽ ഞാനിങ്ങനെ ശമ്പളം തികയുന്നില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇങ്ങനെ കമൻറ്റുകൾ ഇട്ടു, ആളുകൾ ഇങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ചു, എന്നെ വ്യക്തിഹത്യ നടത്തി, അതുകൊണ്ട് ഞാൻ തോറ്റുപോയി. അങ്ങനെയല്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്ന പിഴവ് തന്നെയാണ് നിങ്ങൾ തോൽക്കാൻ കാരണം. നിങ്ങളുടെ മണ്ഡലത്തിലെ, ചേലക്കര മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശങ്ങൾ നിങ്ങളും കേട്ടിട്ടുണ്ടാകുമല്ലോ. ഒരു തരത്തിലും 100% അട്ടർ ഫെയിലുറായ, തോൽവിയായ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയതാണ് ഇങ്ങനെ തോറ്റുപോകാൻ കാരണം. നിങ്ങൾ പറയുന്നു K രാധാകൃഷ്ണൻ 2021 നേടിയ 39,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ 12,220 കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചുവെന്ന്. അത് സർക്കാർ വിരുദ്ധ വികാരം, അത് നിങ്ങളുടെ പാർട്ടിക്കാർ അവിടെ കഠിനാധ്വാനം നടത്തിയതിൻ്റെ ഫലം. നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും കൃത്യമായി പങ്കെടുത്തില്ല എന്നാണ് മണ്ഡലം ഭാരവാഹികൾ പറയുന്നത്. ഏതായാലും നിങ്ങൾ തോറ്റു. ഇനി നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ നിങ്ങൾ പറയുന്നു തിരുത്തി പ്രവർത്തിക്കുമെന്ന്. അത് വളരെ നല്ലതാണ്. പക്ഷേ അതിജീവിതയാണ്, ഞാൻ ഇനി അതിജീവിച്ച് വരുന്ന ആളാണ്, പട്ടിണിക്കാരിയാണ് എന്നുള്ള പരിദേവനങ്ങൾ ഇനി വയ്ക്കരുത്. നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്, MP ആയതിൻ്റെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ പാർട്ടിയിലെ പ്രമുഖ നേതാവാണിപ്പോൾ. ഒരിക്കൽ MP ആയ ആളുകളൊക്കെ പ്രമുഖ നേതാവ് ആകുമല്ലോ.
അപ്പോൾ നിങ്ങൾ അങ്ങനെ പരിദേവനങ്ങൾ മുഴക്കി പട്ടിണിക്കാരിയാണ്, പാവപ്പെട്ടവളാണ്, പട്ടികജാതിക്കാരിയാണ്, ഇത്തരത്തിലുള്ള എന്താണ് ഐഡന്റിറ്റികൾ വിളിച്ചു പറഞ്ഞ് വീണ്ടും സഹതാപതരംഗം സൃഷ്ടിക്കാനല്ല ശ്രമിക്കേണ്ടത്. നിങ്ങൾ നേരെ പോരിനിറങ്ങൂ, ആളുകളോട് മിങ്കിൾ ചെയ്ത് അവർക്കൊപ്പം പ്രവർത്തിക്കൂ. അപ്പോൾ അറിയാം ജനങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്ന്.